നമ്മൾ സംസ്ഥാന സ്കൂൾ കായികമേളയിലേക്ക് വരികയാണ്. സമാപന സമ്മേളനം നടക്കുന്നു. സോണൽ കൃഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പി ആർ ശ്രീജേഷ് ഒക്കെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത് കുട്ടികൾക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ, അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നതാണ്. കുട്ടികൾ ഓരോരുത്തരായി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, മുൻ MLA ആന്റണി രാജു, മന്ത്രി GR അനിൽ തുടങ്ങിയവരെല്ലാം സന്നിഹിതരായിട്ടുണ്ട്. ട്രോഫികൾ കൈമാറുകയാണ്. സോണൽ, കഴിയാറായോ? സമ്മാനദാനം കഴിയാറായോ? കുട്ടികൾ ആവേശപൂർവ്വം കപ്പ് ഏറ്റുവാങ്ങുന്നതിനൊരു ഒരു സന്തോഷകരമായ കാഴ്ചയാണ്. തീർച്ചയായിട്ടും ദിവിഷ്, മികച്ച സ്കൂളുകൾക്കുള്ള അവാർഡാണ് അല്ലെങ്കിൽ സമ്മാനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായി പറയേണ്ടത് മികച്ച സ്പോർട്സ് സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് GV രാജാസ് ആണ്. തിരുവനന്തപുരത്തെ GV രാജാസ് ആണ്. മറ്റ് ജനറൽ കാറ്റഗറിയിൽ ഏറ്റവും മികച്ച കൂടുതൽ പോയിന്റോട് കൂടി മികച്ച സ്കൂളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മലപ്പുറത്തെ ഐഡിയൽ കടകശ്ശേരിയാണ്. ഐഡിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 78 പോയിന്റുമായിട്ടാണ് ഐഡിയൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. രണ്ടാമതെത്തിയിരിക്കുന്നത് VMHSS വടവന്നൂരാണ്. 58 പോയിന്റാണ് ഈ വടവന്നൂർ സ്കൂൾ സ്വന്തമാക്കിയിട്ടുള്ളത്. മൂന്നാമതാണ് മലപ്പുറം ജില്ലയിലെ നവാമുകുന്ദ സ്കൂൾ ഉള്ളത്. നവാമുകുന്ദ കഴിഞ്ഞ തവണ വലിയ വിവാദമായിരുന്നു, പക്ഷേ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച സ്കൂളാണ്. പക്ഷേ അത് മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. അതായത് അത്ലറ്റിക്സിലേക്കുള്ള റാങ്കിംഗ് കിട്ടുകയാണ്, അല്ലെങ്കിൽ നിലയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. മലപ്പുറമാണ് ഒന്നാമത്, അതായത് 247 പോയിന്റുമായി മലപ്പുറമാണ് ഒന്നാമതുള്ളത്. രണ്ടാമത് പാലക്കാടാണ്. 212 പോയിന്റാണ് പാലക്കാട് സ്വന്തമായിട്ടുള്ളത്. മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഏകദേശം 22 ഗോൾഡ് മെഡലുകളാണ് മലപ്പുറം നേടിയിട്ടുള്ളത്. 24 വെങ്കല മെഡലും മലപ്പുറം സ്വന്തമാക്കിയിട്ടുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 212 പോയിന്റാണ് പാലക്കാട് സ്വന്തമാക്കിയിട്ടുള്ളത്. 26 ഗോൾഡും 15 സിൽവറും 14 വെങ്കലവും അടക്കം 212 പോയിന്റുമായിട്ടാണ് പാലക്കാട് രണ്ടാമതുള്ളത്. മൂന്നാം സ്ഥാനത്ത് 10 ഗോൾഡും 10 സിൽവറും 7 വെങ്കലവും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തലത്തിലും ഒക്കെയുള്ള ഓവറോൾ ട്രോഫികൾ, ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളുകൾക്ക് ഒക്കെയുള്ള ട്രോഫികൾ ഇപ്പോൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ അടങ്ങുന്ന സംഘമാണ് വിദ്യാർത്ഥികൾക്ക്, കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാവി കായിക താരങ്ങൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്.